ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി കേട്ടോ. നാളത്തെ എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ വൈജയന്തി അലീനയോട് ഇങ്ങനെ മോശമായിട്ടല്ല, അലീന ചെയ്ത പ്രവൃത്തി വളരെ മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തി സംസാരിക്കുകയാണല്ലോ. അപ്പം അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബാലചന്ദ്രനും പറയുന്നുണ്ട്, അലീന ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. വൈജയന്തി കാശ് കൊടുക്കാതെ തിരിച്ചയച്ച ഒരാളെ വിളിച്ചു കൊണ്ടുവന്നിട്ട് അയാൾക്ക് അലീന കാശ് കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് ബാലചന്ദ്രനും പറയുന്നത്. അത് വൈജയന്തി അപമാനിക്കുന്നതിന് തുല്യമാണ്. അവളെ കൊച്ചാക്കുന്നത്, വൈജയെ കൊച്ചാക്കുന്നത് പോലെയായി. ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വളരെ മോശമായി പോയി എന്ന് തന്നെ ബാലചന്ദ്രനും പറയാട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. അവർ ഒരു പ്രായമായ ആളല്ലേ, ഭക്ഷണം കഴിക്കാനായിട്ട് പൈസ ചോദിച്ചു വന്നപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തു പോയതാണ് എന്ന് പറയാട്ടോ. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്ന് പറയാട്ടോ. അങ്ങനെ എന്നിട്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുതെന്ന് പറയാണ് ബാലചന്ദ്രൻ. അപ്പോൾ അലീന വൈജിയോട് സോറി പറയാട്ടോ. സോറി മാഡം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചൊന്നുമല്ല കൊടുത്തത്. അയാൾ ഇങ്ങനെ പ്രായമായ ആളെയല്ലേ, അപ്പോൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് ചോദിച്ച സമയത്ത് ഞാൻ കൊടുത്തു പോയതാണ്. ഇനി ഞാൻ ആവർത്തിക്കില്ല എന്നുള്ള രീതിയിൽ പറയണം, അല്ലാതെ ഞാൻ മാഡത്തെ കൊച്ചാക്കണം എന്നുള്ള രീതിയിലൊന്നും കൊടുത്തതല്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട്, ഇത് എൻ്റെ വീടാണ്, ഇവിടെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്, അല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സെർവൻ്റ് അല്ല എന്ന് പറയാട്ടോ. അപ്പോൾ സോറി, ഞാൻ ഇനി അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്ന് വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അലീന ഇങ്ങനെ മിണ്ടാതെ നിൽക്കണം. അപ്പോൾ വൈജയന്തി വീണ്ടും അവളെ വഴക്ക് പറയാട്ടോ. നീ ഇവിടുത്തെ ആരാന്ന് കരുതിയിട്ടാണ് നീ വലിയ ആളായിട്ട് ചെയ്തത്. നീ ഇവിടുത്തെ മകളൊന്നുമല്ലല്ലോ, ഇവിടുത്തെ ആരുമല്ലല്ലോ, നീ ഇവിടുത്തെ വെറും സെർവൻറ്റ് മാത്രമല്ലേ, എന്നിട്ടാണോ നീ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ വഴക്ക് പറയുമ്പം വൈജയന്തി ഇങ്ങനെ നോക്കി നിൽക്കാട്ടോ അലീന. സ്വന്തം അമ്മയുടെ നാവിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം അലീനയ്ക്ക് ഉണ്ട്. എന്താണെങ്കിലും ഒക്കെ സഹിച്ചല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. ബബിതയാണ് ഇതെല്ലാം മേശിനി കൂട്ടിക്കൊടുത്തത്. ബബിതയാണല്ലോ മുകളിൽ നിന്ന് കണ്ടത് അലീന കാശ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അപ്പോൾ അത് എന്താണെങ്കിലും ബബിതയുടെ ഏശിനി ആണെങ്കിലും ഒരു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലീന ചെയ്തത് നല്ലൊരു പ്രവൃത്തിയാണ്. വിശന്ന് വന്ന ഒരാൾക്ക് കാശ് എടുത്തു കൊടുത്തു. പക്ഷേ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, ആ വീട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അലീന ചെയ്തത് മോശം പരിപാടിയാണ്. കാരണം ആ വീട്ടുകാരെ കൊച്ചാക്കുന്ന ഒരു പ്രവൃത്തി പോലെയായി അത്. അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തും ഈ കാര്യത്തിലൊരു ന്യായം പറയാം. വൈജയന്തി ഒരു പക്ഷേ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കാം ആ ലാസറേട്ടനെ കാശ് കൊടുക്കാതിരിക്കുന്നതിൽ. അങ്ങനെ അലീന അവിടെ നിന്ന് പോവാട്ടോ. അപ്പോൾ അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാട്ടോ. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവിടെ ഒച്ചെടുക്കുന്നത് കേട്ടത്, അവിടെ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അലീന എല്ലാ കാര്യങ്ങളും പറയാണ്. ഒരു പാവം ഒരു അപ്പച്ചൻ വന്നു, അപ്പോൾ ഞാൻ കാശ് കൊടുത്തു. മാഡത്തിനോട് ചോദിച്ചപ്പോൾ 10 രൂപയാണ് ചോദിച്ചത്, മാഡം കൊടുത്തില്ല, കാശില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മാഡം അകത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചതാണ്, അപ്പച്ചന് വീട്ടിൽ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു എല്ലാം ഉണ്ടായിരുന്നു, ഇപ്പം എനിക്ക് ഒന്നുമില്ല, ഇതൊക്കെ എൻ്റെ ആയിരുന്നു എന്നൊക്കെ പറയണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ആ ലാസറല്ലേ, ലാസറേട്ടന് എല്ലാം ഉണ്ടായിരുന്നു. ലാസർ ഈ സ്ഥലത്തിൻ്റെ ഒക്കെ ഓണർ ലാസറായിരുന്നു, പക്ഷേ എല്ലാം കൊണ്ടുപോയി കളഞ്ഞു എന്നൊക്കെ പറയാട്ടോ. അതുപോലെ ബാക്കിയെല്ലാം മക്കളും മരുമക്കളൊക്കെ അടിച്ചെടുത്തുകൊണ്ട് പോയി. ഇപ്പം അയാൾക്ക് ഒന്നുമില്ല എന്ന് തന്നെ പറയണം. അപ്പം അതുകൊണ്ടാണ് ഒരു 10 രൂപക്ക് പോലും ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടത് എന്നൊക്കെ പറയാട്ടോ. അപ്പം ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അപ്പം എന്നിട്ട് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും മാഡത്തെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊന്നുമല്ല. എന്നോടൊരാൾ അങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവരെ സഹായിക്കും. ആ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തത്. കാരണം ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അയാൾ കാശ് ചോദിച്ചത് മുത്തശ്ശി, അതുകൊണ്ടാണ് ഞാൻ കൊടുത്തത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കാശ് എടുത്ത് കൊടുത്തത് എന്ന് പറയണം. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ ചെയ്തത് വളരെ നല്ല കാര്യം തന്നെയാണ്, കാശൊക്കെ എടുത്ത് കൊടുത്തത് നല്ല കാര്യമാണ്. പക്ഷേ ജയമോള് കൊടുക്കാതെ അയാളെ പറഞ്ഞു വിട്ടിട്ട് അയാളെ പിന്നെ തിരിച്ച് വിളിച്ചിട്ട് നീ എടുത്ത് കൊടുത്തത് ആണ് ഒരു ശരികേടായിട്ടുള്ളത് എന്ന് പറയാണ്. അതിനോട് എനിക്കും വല്ലാണ്ട് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ എന്നാലും നീ നിൻ്റെ ദാനധർമ്മ ശീലങ്ങളൊന്നും മാറ്റാൻ നിൽക്കരുത്, അതൊക്കെ തുടർന്നുകൊണ്ട് തന്നെ പോകണം. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നീ ചെയ്തതിനെ ഞാൻ കുറ്റപ്പെടുത്തി പറയുകയല്ല. ജയമോളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതിലൊരു ശരിയുണ്ട്, അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ മോള് ചെയ്തത് തെറ്റൊന്നുമല്ല, ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരാൾ വിശന്ന് വന്ന്
ചോദിക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് പരമാവധി കൊടുത്ത് സഹായിക്കുക വേണം എന്നൊക്കെ പറയാണ് മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശിയുടെ സംസാരം കേട്ടപ്പോൾ അലീനയ്ക്ക് ഇച്ചിരി ആശ്വാസം തോന്നുക കേട്ടോ. വൈജയന്തി ഇങ്ങനെ കുറേ വഴക്ക് പറഞ്ഞെങ്കിലും അമ്മ കുറേ വഴക്ക് പറഞ്ഞെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടുകയാണ് മുത്തശ്ശിയുടെ സംസാരത്തിൽ നിന്നിട്ടോ. അലീനയും മുത്തശ്ശിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വൈജയന്തി അങ്ങോട്ടേക്ക് കയറി വരിക കേട്ടോ. വൈജയന്തി അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പം എന്നിട്ട് വൈജയന്തി ഇങ്ങനെ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ചിട്ട് വീണ്ടും അലീനയെ വഴക്ക് പറയാം കേട്ടോ. ഇങ്ങനെ എന്താണ് ഇവള് ചെയ്തത് വളരെ മോശം പരിപാടിയായി, എന്നെ കൊച്ചാക്കുന്ന രീതിയിൽ എന്നെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത പണിയാണ് എന്നൊക്കെ പറയണം. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല മോളെ, ജയമോളെ, അങ്ങനെയൊന്നുമല്ല, അവള് അങ്ങനെ ഒരു പാവം തോന്നിയിട്ട് കൊടുത്തതാണ്, അവളുടെ ഒരു സന്മനസ് കൊണ്ട് കൊടുത്തതാണ് എന്ന് പറയട്ടോ. അങ്ങനെയൊന്നുമല്ല, എന്നെ ചെറുതാക്കാൻ വേണ്ടി തന്നെ കൊടുത്തതാണെന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇന്നാളൊരു ദിവസം ഇവിടെ ഒരു സ്ത്രീ വന്നു, അതിൻ്റെ മകൾക്ക് ഒരു ഓപ്പറേഷനാണെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ ഇവള് അതിന് ആ സ്ത്രീക്ക് 3000 രൂപയുടെ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. വീടുകൾ കയറി ഇറങ്ങി പറ്റൂല്ലാതായപ്പോൾ ഇവൾ അതിൻ്റെ സത്യാവസ്ഥ ഒക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് 3000 രൂപ എടുത്തു കൊടുത്തു എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് വൈജയന്തി ഇങ്ങോട്ട് അതിശയിച്ചു പോകട്ടോ. 3000 രൂപ കൊടുത്തെന്നോ, ആർക്ക് എന്ന് ചോദിക്കട്ടോ. നിനക്ക് അവിടുന്ന് അത്രയും കാശൊക്കെ എവിടുന്ന എന്ന് ചോദിക്കട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കാശായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, ഇവിടെ നിന്ന് മുൻപും കാശ് കാണാതെ പോയിട്ടുണ്ട്. അപ്പോൾ നിനക്ക് എവിടുന്ന ഇത്രയും കാശ്, നിൻ്റെ കയ്യിൽ അങ്ങനെ കാശൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ കാശുണ്ടായിരുന്നു, അവളുടെ മമ്മി കൊടുത്ത കുറച്ച് കാശുണ്ടായിരുന്നു എന്ന് പറയാട്ടോ. അങ്ങനെ അതാണ് അവൾ എടുത്ത് കൊടുത്തതെന്ന് പറയാണ്. അപ്പം ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പെട്ടെന്ന് ചെന്ന് ബാലചന്ദ്രൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് വന്നേ എന്ന് പറയട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ വരികയാണ്. നീ ഇങ്ങോട്ട് വന്നേ, നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അലീനയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തിട്ട് പോയിട്ട് പറയുന്നുണ്ട്, ഇവള് ചില്ലറക്കാരിയൊന്നുമല്ല, നമ്മൾ കാശ് കാണാതെ പോകുന്നത് വെറുതെ ഒന്നുമല്ല, ഇവള് അന്നൊരു ദിവസം ഇവിടെ ഒരു ഇങ്ങനെ ഭിക്ഷ ചോദിച്ച് ആരോ വന്നപ്പോൾ ഇവള് 3000 രൂപ എടുത്തു കൊടുത്തു എന്ന് പറയാട്ടോ. അപ്പം അത് കേട്ടിട്ട് ബാലചന്ദ്രനും ആകെ അതിശയിച്ചു പോവാണ്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരു ഭിക്ഷയ്ക്ക് വന്ന ആൾക്ക് 3000 രൂപയൊക്കെ എടുത്തു കൊടുക്കും എന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കൊടുക്കും, അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ കൊടുത്തത് എന്ന് പറയാട്ടോ. അതിന് മാത്രം കാശ് നിനക്ക് എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ, അത് എനിക്ക് മമ്മി തന്ന കാശായിരുന്നു, ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കയ്യിൽ മമ്മി തന്ന കാശായിരുന്നു എന്ന് പറയണേ. അതിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുത്തത് എന്ന് പറയണം. അല്ലാതെ ഇവിടുന്ന് ആരും വേറെ കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ അലീനയ്ക്ക്. അപ്പോൾ 3000 രൂപ എടുത്ത് കൊടുക്കണമെങ്കിൽ നിൻ്റെ കയ്യിൽ അതിന് മാത്രം കാശുണ്ടായിട്ടുണ്ടാവുമല്ലോ, അപ്പം നീ ഇവിടുന്ന് ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടാവുമല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് വൈജയന്തി. അങ്ങനെ വളരെയധികം വീണ്ടും മോശമായിട്ട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബബിത പറയുന്നുണ്ട്, നമുക്ക് ഇവളുടെ ബാഗ് ഒന്ന് പരിശോധിക്കാം അമ്മേ, അവളുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കാം, എന്തൊക്കെയാണ് ഇവിടുന്ന് അടിച്ചു മാറ്റി വെച്ചേക്കുന്നതെന്ന് നോക്കാമല്ലോ എന്നൊക്കെ പറയണം. അതെന്തായാലും വേണമെന്ന് പറഞ്ഞിട്ട് വൈജയന്തിയും ബബിതയും കൂടെ റൂം പരിശോധിക്കാനായിട്ട് ചെല്ലുക കേട്ടോ. അങ്ങനെ റൂം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ റൂമിൻ്റെ ഉള്ളിൽ ആ കബോർഡിൽ ബ്രിജിത്ത മമ്മിയുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇത് നിന്നോട് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഞാനത് മാറ്റില്ല, എൻ്റെ മമ്മിയാണത്, ആരെക്കാളും ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ മമ്മിയാണ് എന്നൊക്കെ പറയട്ടോ. ഈ ഫോട്ടോ എടുത്ത് ഞാൻ പുറത്തേക്ക് വലിച്ചെറിയണത് കാണണോ നിനക്കെന്ന് ചോദിച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ മുത്തശ്ശിയാണ് ഇടപെടുന്നത്. ആ ഫോട്ടോ അവിടെ ഇരുന്നു എന്ന് വിചാരിച്ചിട്ട് നിനക്ക് എന്താ കുഴപ്പം ജയ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഇരിക്കണ്ട എന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്, എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, എനിക്കിഷ്ടമല്ല ഈ സാധനം ഇവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയണം. അങ്ങനെ അവിടെ മൊത്തം അന്വേഷിക്കുക കേട്ടോ. അപ്പോൾ ബാഗിൽ നിന്ന് കുറച്ച് കാശ് കിട്ടുക കേട്ടോ. അങ്ങനെ ഇത് ഏതാ കാശ് എന്ന് ചോദിക്കുമ്പോൾ, അത് എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ള കാശാണ്, എനിക്ക് മമ്മി തന്ന കാശിൽ ബാലൻസ് ഉള്ളതാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇത്രയും കാശൊക്കെ നിൻ്റെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാശ് കയ്യിൽ പിടിക്കുകയാണ് വൈജയന്തി. അങ്ങനെ വീണ്ടും ബാഗ് പരിശോധിക്കുന്ന സമയത്ത് ബാഗിൽ നിന്ന് വേറെ ഒന്നും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ബബിത എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ബാഗ് മൊത്തത്തിൽ താഴേക്ക് ഇങ്ങനെ കൊടയുക കേട്ടോ, കമിഴ്ത്തി കൊടയാണ്. അപ്പോൾ ആ സമയത്ത് ആ ബാഗിൽ നിന്നൊരു മോതിരം താഴേക്ക് ചാടുക കേട്ടോ. അപ്പം ആകെ അതിശയിച്ച് ആകെ അമ്പരന്ന് പോവുക കേട്ടോ. അലീനയും അതുപോലെ വൈജയന്തിയും ബബിതയും മുത്തശ്ശിയും ഒക്കെ ആകെ ഞെട്ടിപ്പോവാണ്. ഒരു ഗോൾഡ് റിംഗ് ആണ് ബാഗിൽ നിന്ന് ചാടിയേക്കുന്നത്. അത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് അതിശയിച്ച് പോവാണ്. അലീന ഞെട്ടിത്തെറിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി ആ മോതിരം എടുക്കുകയാണ്. എന്നിട്ട് ഇത് ആരുടേതാണെന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഇത് എൻ്റേതല്ല എന്ന് പറയട്ടോ. പിന്നെ നിൻ്റേതല്ലാത്തൊരു സാധനം നിൻ്റെ ബാഗിൽ എങ്ങനെ വന്നു, എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു, ഇവിടുന്ന് കാശ് അടിച്ച് മാറ്റിയിട്ട് നീ സ്വർണ്ണമാക്കി വെക്കുന്നുണ്ടാകും എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറയാണ്.
വൈജയന്തി. ഇതെൻ്റേതല്ല, എനിക്കറിയില്ല ഇതെങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയാം കേട്ടോ അലീന. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇത് ചെറിയ പ്രശ്നമൊന്നുമല്ല, കുറച്ച് വലിയ ഇഷ്യൂ ആണ് എന്നൊക്കെ പറയണം. അങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. ഇതേ നോക്ക് ബാലചന്ദ്ര, ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഇത്രയും കാശും ഇവളുടെ ബാഗിൽ നിന്ന് കിട്ടിയതാണ്, ഇതേ ഒരു സ്വർണ്ണ മോതിരവും കിട്ടിയെന്ന് പറയാട്ടോ. മുത്തശ്ശിയും ആകെ ഭയന്ന് പോയിട്ടുണ്ട് കേട്ടോ ആ മോതിരം കിട്ടിയപ്പോൾ. കാരണം അലീനയ്ക്ക് സ്വർണ്ണം ഇടുന്നത് ഇഷ്ടമില്ല എന്ന് അലീന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മമ്മി സ്വർണ്ണം ഇട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കും ഇടുന്നതിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ അങ്ങനെ സ്വർണ്ണം വാങ്ങിച്ച് വെക്കുന്ന ആളുമല്ല. പക്ഷെ ഇതെങ്ങനെ ബാഗിൽ വന്നു എന്നുള്ളതിന് ഒരു ഉത്തരം വേണമല്ലോ. മുത്തശ്ശിക്കും ആകെ സംശയമാവാണ് ഇത് ആര് കൊണ്ടുവന്നു എന്നുള്ളത്. പക്ഷെ അലീനയ്ക്ക് ആ മോതിരം കണ്ടപ്പോൾ തന്നെ മനസ്സിലാവാണ് ഹരി കൊണ്ടുവന്ന മോതിരമാണ്. അപ്പോൾ ഹരി തന്നെ ചതിച്ചതാണ്, തൻ്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചതാണെന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഈ മോതിരം നിൻ്റേതല്ല എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കട്ടോ. അത് ഇത് എൻ്റേതല്ല, എൻ്റെ മോതിരമല്ല, ഞാൻ വാങ്ങിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ കള്ളമാണ് പറയുന്നത്. ഇവിടെ നിന്ന് കാശടിച്ച് മാറ്റിയിട്ട് അവൾ മോതിരമാക്കി വാങ്ങി വെച്ചേക്കുന്നതാണ് എന്നൊക്കെ പറയാട്ടോ വൈജയന്തി. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബബിതയും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത് ഇറങ്ങി വന്നിട്ട് അലീനെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയാണ്. ഇവൾ തന്നെയായിരിക്കും എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നു കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അലീനെ ഇനി അധികം ഇവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയാണ് വൈജയന്തി. അപ്പം അങ്ങനെ നാളെ തന്നെ ഇവിടെ നിന്ന് പൊക്കോളണം, ഇനി ഒരു നിമിഷം പോലും നിന്നെ ഇവിടെ നിർത്തേണ്ടാത്തതാണ്. പക്ഷേ ഇന്ന് ഏതായാലും ഇറക്കി വിടുന്നില്ല, നാളെ ഇതിനൊരു തീരുമാനമാക്കിയിട്ട് ഈ സ്വർണ്ണമൊക്കെ നീ എവിടെ നിന്ന് വാങ്ങിച്ചു എന്ന് കണ്ടെത്തിട്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ട് നിന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുക. അങ്ങനെ അലീനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അലീനയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതെങ്ങനെ ബാഗിൽ വന്നു എന്നുള്ളതൊന്നും അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അലീന ആകെ വിഷമിച്ച് പോയേക്കാണ്. എന്താണെങ്കിലും തൻ്റെ ഇവിടുത്തെ ജീവിതം അവസാനിച്ചു എന്ന് തന്നെ അലീനയ്ക്ക് മനസ്സിലാവുകയാണ്. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഇവിടുന്ന് ആരുടെയും കാശ് എടുത്തിട്ടില്ല എന്നൊക്കെ അലീന പറയുന്നുണ്ടെങ്കിലും ആരും അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. എല്ലാവരും അവർ പറയുന്നതിൽ തന്നെ ഉറച്ചു നിൽക്കണം. പ്രത്യേകിച്ച് വൈജയന്തിയും ബബിത ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വൈജയന്തി ആണെങ്കിൽ ആ കാശ് അവൾ അടിച്ചു മാറ്റിയതാണെന്നും അതുകൊണ്ട് മോതിരം വാങ്ങിച്ചു വെച്ചതാണെന്നൊക്കെ തീരുമാനിച്ച് ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക കേട്ടോ. അങ്ങനെ അന്ന് പിറ്റേ ദിവസം എന്തായാലും അലീനെ ഇറക്കി വിടണം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തുകയാണ് അവർ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിക്കുട്ടീനെ കേട്ടോ. രേവതിക്കുട്ടിയാണെങ്കിൽ ആ റൂമിലെ രഹസ്യങ്ങളൊക്കെ ഒന്ന് അറിയണമല്ലോ, ആ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ട് ആ റൂമിലേക്ക് കയറുക കേട്ടോ. അങ്ങനെ ആ റൂമിലേക്ക് പോകുമ്പോൾ ആ റൂമിൽ നിന്ന് രേവതിക്കുട്ടിക്ക് ആ ഫോട്ടോ കിട്ടുക കേട്ടോ, ഇവരുടെ മോൻ്റെ ഫോട്ടോ കിട്ടുകയാണ്. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ നോക്കി അവിടെയൊക്കെ മൊത്തം ക്ലീനാക്കി ഒക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ റൂമിലൊക്കെ കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ആക്കുകയും അവിടെ കുറച്ച് ഫോട്ടോസ് കാണുകയും അവിടെ അവൻ്റെ കുറച്ച് ഗിറ്റാർ അതുപോലെയുള്ള ഫുട്ബോള് ക്രിക്കറ്റ് ബാറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ തുടച്ച് തൂത്ത് വൃത്തിയാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോട്ടോ എടുത്തിട്ടാണ് ഗ്രേസമ്മയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഗ്രേസമ്മ ആ ഫോട്ടോ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അവൻ പോയ പിന്നെ ഞങ്ങളുടെ ലൈഫ് തന്നെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രേസമ്മ മകനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന കുറച്ച് രംഗങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ, ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. അപ്പോൾ നാളത്തെ എപ്പിസോഡ് കിട്ടുമ്പോൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.